ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഒറ്റയ്ക്കാണ് വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റയ്ക്കല്ല കേട്ടോ, ഞാനും എൻ്റെ മോളും കൂടി ഉണ്ട്. അപ്പോൾ വേറെ ആർക്കും ഫുഡും കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ട, ആ ടെൻഷനൊന്നും ഇല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കംഫേർട്ടബിൾ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കഴിച്ച് നമ്മൾ അങ്ങനെ ഈ ജീവിതം അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക വൈബ് തന്നെയാണ് അല്ലേ? പറയാതിരിക്കാൻ പറ്റില്ല. ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ആർക്കും ടേസ്റ്റ് നോക്കാനും കൊടുക്കേണ്ട ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം റെസിപ്പി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഇതിൽ മുട്ടയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഉള്ളിയും തക്കാളിയും വഴറ്റി അതിലേക്ക് ക്യാബേജും ഇട്ട് വഴറ്റിയിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നുള്ള ഈ 3 പൊടികളും കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് വെന്ത ചോറും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെനിക്ക് മാത്രമുള്ള റെസിപ്പിയാണ് കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് കളറൊക്കെ കൂടി മുളക് പൊടിയൊക്കെ കൂടിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടമുള്ളത് കേട്ടോ, അതുകൊണ്ടാണ്. മോൾക്ക് ഞാൻ വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് റോക്കറ്റ്, ഇത് ബോംബ്, ആറ്റം ബോംബ്. ഇതുള്ള പേസവല്ല. ഇത് റോക്കറ്റ്, ഇത് ആറ്റം ബോംബ്. ഇതുള്ള പേസാണ്. ആറ്റം ബോംബാ? ആറ്റം ബോംബ്. എൻ്റെ കുട്ടി എന്തായാലും ക്ലേ ഒക്കെ ഉപയോഗിച്ചിട്ട് ആറ്റം ബോംബും റോക്കറ്റൊക്കെ ഉണ്ടാക്കി കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കളറൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടിയൊക്കെ ഏറെ ഇട്ടിട്ടുണ്ട്, കാരണം എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള റൈസും കാര്യങ്ങളൊക്കെയാണ് എനിക്കിഷ്ടമുള്ളത്. അതുകൊണ്ട് എൻ്റേത് മാത്രമായിട്ടുള്ള റെസിപ്പി എന്ന് പറയാനുള്ള കാരണം തന്നെ അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അധികം പണികളൊന്നുമില്ല, നമുക്ക് കഴിച്ച് നോക്കാം. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിച്ച് നോക്കാൻ വേണ്ടി പോണത്. ഒരു സ്പൂണിട്ട് ജസ്റ്റ് വേറെ കറികളുടെ ആവശ്യങ്ങളൊന്നുമില്ല. നന്നായിട്ടുണ്ടായിരുന്നു, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെന്താണ്, ഇതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് വേറെ കറികളോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു അച്ചാറോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊട്ട് കൂട്ടാനുള്ള കറി ഉണ്ടെങ്കിൽ അത് മതി. ഞാനതിൻ്റെ കൂടെ രാവിലത്തെ പുട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ള ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്താണ് എൻ്റെ ലഞ്ച് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളൊക്കെ ലഞ്ച് കഴിച്ചു, എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.